ഉയ് എന്തെന്നാ മോനെ ഇനി പറയുന്നേ? അമ്മ എനിക്ക് പേടിയാന്ന് അമ്മേ. എന്തെന്നാ ഇങ്ങനെ പേടിക്കുക? നിങ്ങൾ വേഗം പോരി. ഇമ്മലേട്ടനാണെങ്കിൽ രാജമലനും കൊണ്ടുവരുമെന്ന് പറയുന്നേ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതിയും. അതെടുത്തി ഞങ്ങൾ വിളിക്കാം. എന്തെന്നാ വിമല നിങ്ങൾ എന്തെന്നാ പറയുന്നേ? ആരാൻ്റെ നാട്ടിലെങ്ങാൻ പോയിട്ട് നിങ്ങൾ കാലക്കാടൊന്നും ആക്കാണ്ടിങ്ങ് പോരിയേ. ഒന്നുമില്ല, ഇതിന് പെരാന്താ. ഹലോ ഹലോ, എനിക്ക് പെരാന്താടാ. പൊരയിലും കൂടി പേടിപ്പിക്കണം ഇനി. എനക്കല്ല വരണം നിങ്ങൾക്കാ. ആ നെഞ്ചപ്പൻ്റെ കയ്യിൽ നിന്ന് ചാന്നതിന് മുന്നേ ഇവിടുന്ന് പോകണം. മരം മുറിക്കുന്ന പോലെയല്ല ഒരു കയ്യും കാലെല്ലാം മുറിച്ചിടുന്നേ. നീ പോന്നോട്ടെ പോയിക്കോ. രാജമലിനെ കൊണ്ടല്ലാണ്ട് വിമല കൊടുക്കൊന്നും വരും വിചാരിക്കണ്ട. ഞാൻ പോകുന്ന എനക്കാവിലും ഇവിടെ നിൽക്കേ. ഓൻ്റെ കൈ മുറിച്ചിട്ടേണ്ട ഇത് ഇപ്പോഴും എൻ്റെ വേറെ വയ്ക്കില്ല. എനക്കെങ്ങനെ നാട്ടിലെത്തണോ? വണ്ടി കൊണ്ടു കൊടുക്കണ്ടിയാ. വിമലേട്ടാ, ഞാൻ ഒന്നും കൂടി ചോദിക്കുന്ന നമുക്ക് പോവാ അവിടെ നിന്ന്. ഞാൻ വരൂലടാ, നീ പോയിക്കോ. എടാ എനിക്കെന്താ മഞ്ജുവായിട്ടുള്ള ബന്ധം? എന്ത് ബന്ധമ്മേ? ഞാൻ അവളെ വീട്ടിൽ ടി വി നന്നാക്കി കൊടുക്കാൻ പോയല്ലേ. നീ അധികം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കറേ കുട്ടാ. അമ്മക്ക് എന്താ അമ്മേ? ഞാൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. നാട്ടുകാർ അതും ഇതും പറയുന്നതിന് എന്നോട് നിങ്ങൾ പറഞ്ഞിട്ട് വരിക കേട്ടുക. നാട്ടുകാരെല്ലാം കൂടി പിടുത്തേക്ക്. കുട്ടാ, ഇന്റെ കളി ഇനി നടക്കുകയില്ല. നിങ്ങൾ മെമ്പറെ പറയുന്നത് ഞാനെന്നാ ഇത് ഇനി ചെയ്തതെല്ലാം നമ്മൾ വീഡിയോ കണ്ടിട്ടാ വരുന്നത്. അതിന്ന് ആയി കള്ളത്തിലുണ്ടാക്കിയതാ. നമ്മുടെ നടക്കൂല. എടാ കുട്ടാ, ഇങ്ങോട്ട് വരുവാൻ പറഞ്ഞു. എന്താടാ എന്റെ പൊരേനെ കച്ചറണ്ടാക്കുന്നേ? വിമലേ, എന്റെ മോൻ കാരണം ഇവൾ മോനും വരുവയില്ല. ഈ വെളുക്കിനെടുത്ത എല്ലാം മഞ്ചോ. ഞാൻ ഇഞ്ച ടി വി നന്നാക്കാൻ വന്നല്ലേ. ഇനി ടി വി നന്നാക്കാൻ പോയ കള്ളക്കഥയൊന്നും ഇനി ഇവിടെ പറയണ്ട കേട്ടാ. ഇവൻ കാരണം എന്റെ മോൻ എല്ലാവരും തെറ്റിദ്ധരിച്ചേ. മെമ്പറെ ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇവിടെ. തീരുമാനമൊന്നുമില്ല, മഞ്ജുവിനെ ഇപ്പൊ സ്വീകരിക്കുന്നു. മക്കളിലോളിയാ. പിന്നെ എന്ത് കണ്ടിട്ടാടാ നീ ഇതെല്ലാം ചെയ്തേ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ പറയുന്നേ? കുട്ടാ, ഓളെ ഭർത്താവ് ഒഴിവാക്കിയിട്ടാണല്ലേ, പിന്നെ ഓളെവിടെയാ പോവാ? നീ പറ കുട്ടാ, പറ. അമ്മേ, അമ്മ എന്ത് അടുത്ത ഇവളെ വിളിച്ച് കാറ്റുന്നേ? ഈ വാ മോളെ. എത്ര പെട്ടെന്ന് ഒരു കല്യാണം കഴിഞ്ഞ്. അപ്പൊ ഗായ്സ്, നമ്മുടെ കാർച്ചിക്കൂട്ടിന്റെ കല്യാണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ചെക്കനെ മണിന് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമന്റ് ചെയ്യുക. ഇതാ നമുക്ക് നമ്മുടെ മെമ്പറോട് ചോദിക്കാം. പറയൂ മെമ്പറെ, എന്താണ് പറയാനുള്ളത്? നീ കൃതാപ്പം തൂക്കി പിടിച്ചൊന്ന് പോയനെ മനെ. അപ്പൊ ഗായ്സ്, ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ പ്ലീസ് സബ്സ്ക്രൈബ് കേണിയൻസ് വ്ലോഗ്. ഗായ്സ്, പണി ಅಮ್ಮ ಅಮ್ಮ ಬನ್ನಿ. ಏನು? ಇದು ಮುತ್ತು, ರಾಜಮಲ್ಲಿ ಕರಿ ಮಾಡಿ. ಇವನ್ ಯಾಕೆ ಬಂದು? ರಾಜಮಲ್ಲಿ ಎಲ್ಲಿ ಅವಳು? ರಾಜಮಲ್ಲಿ, ನೀವು ಬನ್ನಿ, ಕೂತ್ಕೊಳ್ಳಿ. ಏನು? ಇದು ಮುತ್ತು, ತಮಿಳ್ನಾಡಿನವನು. ನಿನ್ನ ಮದುವೆ ಮಾಡಕ್ಕೆ ಬಂದಿದೆ. ನನಗೆ ಮದುವೆ ಬೇಡಂತೂ ನಾ ಹೇಳಲ್ವಾ? ಇವನು ಒಳ್ಳೆ ಹುಡುಗ, ನಿನ್ನೆ ಮೋಸ ಮಾಡಿಲ್ಲ. ನನ್ನ ಗಂಡ ವಿಮಲ್. ನನಗೆ ಬೇರೆ ಮದುವೆ ನೋಡಬೇಡ. ಮುತ್ತು, ನೀನು ಮಾತಾಡಿ. ನನ್ನ ಹೆಸರು ಮುತ್ತು, ನಿನ್ನ ಹೆಸರು?
ಮಾತಾಡಿ ರಾಜಮಲ್ಲಿ. ಹೋಗಿ ನೀನು, ನನಗೆ ಮದುವೆ ಆಗಿದೆ. ನಿನ್ಕೆ ನಾಳೆ ಮದುವೆ. ಇದು ನೆಂಚಪ್ಪನ ಮಾತು. ಬನ್ನಿ. ರಾಜಮಲ್ಲಿ ಬಾ ಹೋಗೋಣ. ಎಷ್ಟು ಧೈರ್ಯ ಮನಕ್ ಬಂದ. ಬಿಡು ಬಿಡು ನಂಜಪ್ಪ ಬಿಡು. ಅಣ್ಣೆ ಬಿಟ್ಬಿಡಿ, ನಾ ಯಾರದು ಬೇಕಂದ್ರೂ ಮದುವೆ ಮಾಡ್ತೀನಿ. ನೀವು ಕೊಡಕ್ಕೆ ಬರಬಾರ್ದು. ದಿ ಲಾಸ್ಟ್ ವಾಣಿ. ಹೋಗು ಇಲ್ಲಿಂದ, ಇವರು ನಿನ್ನನ್ನು ಕೊಲ್ಲುತ್ತಾರೆ. ಹೋಗು. ಎಲ್ಲ മോനെ ഇനിയും ഇനി രാജമല്ലിനെ കണ്ടിക്കില്ല. ഇല്ലമ്മേ, രാജമല്ലിനെ നമുക്ക് കിട്ടൂല. നാളെ അവിടെ കല്യാണം. ഉയ്യന്റെ പഠിച്ചോനെ ഇനി എന്തെന്നാ പറയുന്നേ? രാജമല്ലി രാജമല്ലി ಅಣ್ಣ ಬರ್ತೀನಿ, ಹೋಗೋಣ. ചേട്ടാ, നമ്മള് രാജമല്ലിനെ കൊണ്ടുപോകുന്നവനെ കൊണ്ടുപോയിരിക്കും. അപ്പൂസിന്റെ വാക്കാ. നെഞ്ചപ്പ ഓരോ കയ്യിലെങ്ങനെ പെട്ട് നമ്മൾ തീർന്ന്. രാജമല്ലി നമ്മളെ വിമലും രാധാർത്ഥിൻ്റെ ചെക്കനും കൂടെ പോയിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. അല്ല മെമ്പറല്ലേ വരുന്നേ? എല്ലാം പറ ഇതേടെ എത്തി ഇറക്കിട്ട് പോന്നേ. ഫോറസ്റ്റ് വെച്ച കെണിയിലുണ്ട് പുലി വീണുക്ക്. എന്നാ പാട് എന്നാ പാ. എന്നാലും എൻ്റെ കിങ്ങിണീനെ പിടിച്ചു കളഞ്ഞില്ലേ? എന്ത് തെറ്റാ ചെയ്ത്? എന്ത് തെറ്റ്? അതിന് വിശന്നിട്ടായിരിക്കും.
കുട്ടാ ചെക്കനെ കയ്യിൽ നിന്ന് ഊരിപ്പോല്ലേ? വലിയ കളി കളിച്ച പോലെ എല്ലാ അവസ്ഥ ഇങ്ങനെ തന്നെയാ. കള്ളപ്പുലി കാരണം ഇതിന്റെ തലയിലായി. മെമ്പറേ ഇപ്പൊ വെടിവെച്ച് കൊല്ലണ ഇതിനാ. ഇവര് കാട്ടു കൊണ്ടുപോയിട്ട് പിന്നെയും തുറന്നു വിടും. പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ വരാനാ? ബിജു, ഇതൊന്നും എൻ്റെ കയ്യിലല്ല, സർക്കാരിൻ്റെ തീരുമാനങ്ങളിലെ ഇതല്ലോ. അപ്പൊ ഗൈസ്, ആടുമുക്കിലെ പുലി ഇതാ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. സാറല്ലേ വേമലേട്ടാ, ഉണ്ടാക്കാനാ, എല്ലാം ദൈവത്തിൻ്റെ വിധിയല്ലേ. എന്നാ വണ്ടി കൊടുത്തിട്ടായിരുന്നു. ശരിയടാ. എൻ്റെ മോൻ കൊടകുന്ന് വന്നേരെ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല. കടുത്തം തന്നെ കടുത്തം. ഓന് വിഷമം ഉണ്ടാവുമല്ലേ? ഒരു തെറ്റും ചെയ്യാണ്ടല്ലേ ഓൻ ഇതെല്ലാം അനുഭവിച്ചേ? എന്തായാലും കടച്ചിക്കൂട്ടം കുടുങ്ങിക്കല്ലോ, എനക്കത് മതി. ഓൻ കാരണല്ലേ ഇതെല്ലാം നടന്നേ. അത് നന്നായിക്ക്. 2 മക്കളുള്ളിയോള് ഓന്റെ തലയിലായല്ലോ. എന്നാലും ഞാളെ രാജമല്ലി അങ്ങ് പോയില്ലേ, ഇന്നോളെ കല്യാണാവല്ലോ. എന്ത് ചെയ്യാനാ സുമ, നമ്മളെ വിധിയല്ലേ. രാജമല്ലില്ലാണ്ട് വിമലില്ല, എനിക്ക് പറ്റൂല.